ഈ സോഷ്യൽ മീഡിയയിൽ ഏതാനും ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്വേഷ പ്രചരണമുണ്ടല്ലോ, ഈരാറ്റുപേട്ട ഒരു തരത്തിലും ബാധിക്കില്ല. ഈ നാടിനെ അങ്ങനെ നിങ്ങൾക്ക് ഒറ്റപ്പെടുത്താൻ കഴിയില്ല. അത്ഭുതകരമായിട്ടുള്ള ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ നാട്. ആരൊക്കെ ഒളിഞ്ഞിരുന്ന് എന്തൊക്കെ കമന്റ് എഴുതിയിട്ടുണ്ടോ അവനെ എല്ലാം പൊക്കിയിരിക്കും. നിയമം എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ രാജ്യത്തുണ്ടെങ്കിൽ അത്തരക്കാട് ഞങ്ങൾ സമാധാനം പറയിപ്പിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഈരാറ്റുപേട്ട വാർത്തകളിൽ നിറയുകയാണ്. സോഷ്യൽ മീഡിയ നിറയെ ഈരാറ്റുപേട്ടയാണ്. ഈരാറ്റുപേട്ടയെക്കുറിച്ചുള്ള വിമർശനങ്ങളും ഈരാറ്റുപേട്ടയെ അനുകൂലിച്ചിട്ടുള്ള വാർത്തകളുമെല്ലാം ആയിട്ട് സോഷ്യൽ മീഡിയ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുകയാണ്. സത്യത്തിൽ ഈരാറ്റുപേട്ടക്കാരായിട്ടുള്ള നമുക്കെല്ലാവർക്കും ഒരാത്മവിചിന്തനത്തിനുള്ള അവസരം കൂടിയാണിത്. നിയമലംഘകരായിട്ടുള്ള ഏതെങ്കിലും കുട്ടികളോ യുവാക്കളോ നമ്മളുടെ നാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിയമവിധേയമാക്കാനുള്ള ഒരവസരം കൂടിയാക്കി ഈ വിവാദത്തെ നമുക്ക് മാറ്റണം എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. 1-2% ചെയ്തു കൂട്ടുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക്, ചെറിയ തമാശകൾക്ക്, ചെറിയ ആക്ഷേപങ്ങൾക്ക് ഒരു സമൂഹവും ഒരു മതവിഭാഗവും ഒരു പ്രദേശവും മുഴുവൻ മറുപടി പറയേണ്ട ഗതികേടിലാണ് ഈരാറ്റുപേട്ടക്കാർ. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മളുടെ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ, നമ്മളുടെ വീട്ടിലെ യുവാക്കളുണ്ടെങ്കിൽ, നിയമലംഘകർ എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ധരിക്കാതെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കാനും അവരെ നിയമവിധേയമാക്കി സഞ്ചരിക്കാനും പ്രേരിപ്പിക്കാനുള്ള ഒരു വലിയ പ്രചോദനമായി ഈ ഒരു സംഭവം മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വാഹനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ആ സുനിൽ പുറത്തുവിട്ട രണ്ടാമത്തെ വീഡിയോയിൽ അദ്ദേഹവുമായി തർക്കിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം ഒരു ഈരാറ്റുപേട്ടക്കാരനല്ല, തലനാട് സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു മകൻ്റെ ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ് ആ തൊപ്പിയിട്ട ആ വ്യക്തി അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി അവിടെ വന്നത്. ഒരു നാട്ടുകാരൻ എന്ന നിലയ്ക്ക് ഇടപെട്ടതല്ല, തൻ്റെ പെങ്ങളുടെ മകൻ എന്ന നിലയ്ക്ക് ഇടപെട്ടതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. ഈരാറ്റുപേട്ടയിൽ ഇതുപോലുള്ള വാഹനങ്ങൾ എല്ലാ നാടുകളിലും വന്നതുപോലെ വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. അവിടങ്ങളിലൊക്കെ എങ്ങനെയാണോ ആ വിഷയത്തെ കൈകാര്യം ചെയ്യാറ് അതേപോലെ തന്നെയാണ് ഈരാറ്റുപേട്ടയും കൈകാര്യം ചെയ്യാറ്. ഇവിടെ ഒരിക്കലും മതം കയറി വരാറില്ല, ഇവിടെ ഒരിക്കലും നാട് കയറി വരാറില്ല. അല്ലാതെ പറയുന്ന വാക്കുകളും അങ്ങനെയല്ല എന്ന് പ്രചരിപ്പിക്കുന്ന അസത്യങ്ങളും 100% ഒരു സമൂഹത്തെ താറടിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഈരാറ്റുപേട്ടയിലെ വളർന്നു വരുന്ന ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു യുവ സംരംഭകൻ അടുത്ത കാലത്ത് വാഹനമിടിച്ച്, അദ്ദേഹം വെറുതെ വെയിറ്റ് ഷെഡിൽ ഇരുന്നപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ച ഒരു വ്യക്തി കൊണ്ടുവന്ന് വാഹനമിടിപ്പിച്ച് അദ്ദേഹം മരിക്കുകയുണ്ടായി. ഈരാറ്റുപേട്ട വലിയ പ്രതീക്ഷയോടെ കണ്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് മരണത്തിന് കാരണക്കാരനായിട്ടുള്ള അമുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ ചെയ്തിട്ടും അയാളോട് പോലും എത്ര മാന്യമായിട്ടാണ് അവിടുത്തെ ജനസമൂഹം പ്രതികരിച്ചത്. അവിടുത്തെ ആ പ്രതിയെ പോലീസിനെ ഏൽപ്പിച്ചു എന്നതിനപ്പുറം നിയമവിരുദ്ധമായിട്ടോ കയ്യാങ്കളിയുടെ ഭാഷയിലോ ഒരു തരത്തിലും ഈരാറ്റുപേട്ട പ്രതികരിച്ചിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈരാറ്റുപേട്ടയെ എത്രമാത്രം ആക്ഷേപിക്കുന്നയാളാണ് PC ജോർജ് എന്നുള്ള വ്യക്തി. അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ്. ഈരാറ്റുപേട്ടയിലെ നഗരഹൃദയത്തിലാണ് ഈ 2 ആളുകളും താമസിക്കുന്നത്. ഇത്രയും വലിയ അഭിപ്രായ വ്യത്യാസം PC ജോർജുമായി ഉണ്ടായിട്ടും ആ PC ജോർജിനെ ഒന്ന് അലോസരപ്പെടുത്തുന്ന, കുറ്റപ്പെടുത്തുന്ന ഒരു വാക്ക് പരസ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയാനോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കോ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ മകനോ ഏതെങ്കിലും തരത്തിലുള്ള വൈഷമ്യങ്ങൾ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു പെരുമാറ്റമോ ഒരു സംസാരമോ ഒന്നും ഈരാറ്റുപേട്ടയിലെ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നുണ്ടായിട്ടില്ല. പക്ഷേ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തുകയാണ് ഈരാറ്റുപേട്ടയിലെ സമൂഹം ചെയ്തത്. തെറ്റുകൾ ചെയ്യുന്നവരുണ്ടാവാം, എല്ലാ സമൂഹത്തിലും തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ഈരാറ്റുപേട്ടയിലും അത്തരം തെറ്റുകൾ ചെയ്യുന്ന ആളുകളുണ്ടാവാം. ആ തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ മാത്രം മുഖവിലേക്കെടുത്ത് ഈ നാട് മുഴുവൻ അങ്ങനെയാണെന്നും ഈ നാട്ടിലെ മതവിശ്വാസമാണ് അതിന് പ്രേരണ നൽകുന്നതും എന്നൊക്കെയുള്ള തികച്ചും തെറ്റായിട്ടുള്ള വാദമുഖങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈരാറ്റുപേട്ടയിലെ 95% അല്ലെങ്കിൽ 98% ആളുകളും ഏറ്റവും അധ്വാനശീലരായിട്ടുള്ള, ശാന്തശീലരായിട്ടുള്ള, നിയമത്തെ അനുസരിക്കുന്ന, ഏറ്റവും മാതൃകാപരമായിട്ടുള്ളൊരു സമൂഹം എന്ന് സർവരാലും വാഴ്ത്തപ്പെടുന്ന ഒരു സമൂഹമാണ്. ഇവിടെ എന്ത് ഇഷ്യൂസ് വന്നാലും, എന്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വന്നാലും, ജീവിതത്തിൽ അപകടങ്ങൾ നേരിടുന്ന ഈരാറ്റുപേട്ടയ്ക്ക് ചുറ്റുവട്ടത്തുള്ള പൂഞ്ഞാറിലാവട്ടെ, തീക്കോയിലാവട്ടെ, ഭരണങ്ങാനത്താവട്ടെ,
ഈ പറയുന്ന ആളുകളൊക്കെ, കമന്റോളുകളായിട്ടുള്ള ആളുകളൊക്കെ, ഒരു അപകടം ഒരു മനുഷ്യന് സംഭവിച്ചാൽ ഇങ്ങനെ നോക്കി കയ്യും കെട്ടി നിൽക്കുകയുള്ളൂ. എടുത്തു ചാടണമെങ്കിലും അതിന്റെ പിന്നാലെ പോയി പണി ഉപേക്ഷിച്ച്, വലിയ പണക്കാരൊന്നുമല്ല, എല്ലാം പാവപ്പെട്ട ആളുകളാണ്, അവരുടെ പണിയും അവന്റെ തൊഴിലും അവന്റെ ജീവിതം തന്നെ മറന്ന് തന്റെ സഹോദരന് വേണ്ടി, സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിന്, അവനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് ഇറങ്ങിപ്പുറപ്പെടുന്ന അനേകായിരങ്ങളുടെ ഒരു നാടാണ് ഈരാറ്റുപേട്ട. ഈ നാട്ടിന്റെ ഇതുവരെയുള്ള ചരിത്രം എന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങളോ, ഏതെങ്കിലും തരത്തിലുള്ള സാമുദായിക കലാപമുണ്ടാക്കുന്ന വാക്കുകളോ, ഏതെങ്കിലും തരത്തിൽ ഇതര സമൂഹത്തിന് വേദനിക്കുന്ന ഒരു പരാമർശമോ പോലും ഈ സമൂഹത്തിലെ അംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ട ആക്രമിക്കുന്ന എന്തെല്ലാം കമന്റുകൾ നമ്മൾ വായിക്കുന്നു. ആ കമന്റുകളിൽ മമ്മദെന്നും മമ്മദിന്റെ പുസ്തകമെന്നും ഒക്കെ പറഞ്ഞ് എത്രയെത്രയോ ആളുകളാണ് ഇസ്ലാമിലെ പ്രവാചകനെയും ഖുർആനെയും ഒക്കെ ആക്ഷേപിക്കുന്നത്. പക്ഷെ തിരിച്ച് വിശുദ്ധ യേശു ദേവനെ അപഹസിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട്, കുറ്റപ്പെടുത്തിക്കൊണ്ട്, വിമർശിച്ചുകൊണ്ട് ഒരു പരാമർശം ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നടത്തിയതായി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം അവരെല്ലാവരും ഈ ഒരു മതേതരത്വത്തിൻ്റെയും അല്ലെങ്കിൽ പരമത നിന്ദയുടെ ആ ഒരു ഏറ്റവും അപകടം പിടിച്ച, ഏറ്റവും മോശമായ, സംസ്കാരശൂന്യമായ ആ ഒരു തലത്തിലേക്ക് ഇവിടുത്തെ ഒരു സാധാരണക്കാരായിട്ടുള്ള പയ്യൻ പോലും വന്നിട്ടില്ല എന്നുള്ളത് എത്ര ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിയമലംഘനങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ തരത്തിലുള്ള നിയമലംഘനങ്ങൾ കേരളത്തിലെ, ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്ന നിയമലംഘനങ്ങളാണ്. ആ നിയമലംഘനങ്ങളെ നിയമലംഘനങ്ങളായി മാത്രം കണക്കാക്കേണ്ടതിന് പകരം അതിനെ ഒരു പ്രദേശവുമായും അതിനെ ഒരു മതവിഭാഗവുമായും കൂടിക്കലർത്തി ഈ നാടിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ തീവ്രവാദത്തിന്റെ ഒരു കേന്ദ്രം എന്നാണ് പറയുന്നത്. ഈരാറ്റുപേട്ടയുടെ ചരിത്രത്തിൽ ഇതേവരേക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീവ്രവാദ പ്രവർത്തനം, ഒരു വർഗീയ സംഘർഷം, സാമുദായിക ധ്രുവീകരണത്തിനുള്ള എന്തെങ്കിലും ഒരു നീക്കം ഈരാറ്റുപേട്ട നടത്തിയതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ശിക്ഷയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. 4-5 വർഷങ്ങൾക്ക് മുമ്പ് അരുവിത്തുറ വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു കൗൺസിലർ ഫോണിൽ വിളിച്ച സംഭവം ഉദാഹരണമായി പറയാറുണ്ട്. ആ ഫോണിൽ വിളിച്ച കൗൺസിലറെ ആക്ഷേപിച്ചത് ഈ നാട് തന്നെയാണ്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത് അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്. അദ്ദേഹം നിരുപാധികം ക്ഷമ ചോദിച്ചു. ഏതെങ്കിലും ഒരു വ്യക്തി അവിവേകത്തോടുകൂടി തന്റെ വിവരമില്ലായ്മയുടെ പേരിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അതെന്തിനാണ് ഈരാറ്റുപേട്ട എന്ന് നാടിന് മേൽ നിങ്ങൾ ആരോപിക്കുന്നത്? ഈ മതസമൂഹത്തിന് മേൽ നിങ്ങൾ ആരോപിക്കുന്നത്? ഈരാറ്റുപേട്ടയിൽ തീവ്രവാദ കക്ഷികൾക്ക് വലിയ സ്വാധീനമെന്നാണ് പറയുന്നത്. ഇക്കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് SDPI എന്ന സംഘടനയാണെങ്കിൽ ഇതിനു മുമ്പ് 5 സീറ്റ് ഉണ്ടായിരുന്ന SDPIക്ക് ഇന്ന് 3 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. SDPIയുടെ സീറ്റുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി ഈരാറ്റുപേട്ടയിലെ LDFും UDFും ഒരുമിച്ച് നിന്നുകൊണ്ട് അവരെ പരാജയപ്പെടുത്തി. എന്തുകൊണ്ടാണ്? SDPI എന്നുള്ള ഈ പേര് ദോഷം പോലും ഈ നാട് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു. SDPIക്കാർ ജയിക്കുന്നത് സത്യത്തിൽ SDPI എന്നുള്ള ആദർശത്തിന് ആളുകൾ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണോ? അവരുടെ ഐഡിയോളജിയെ കണ്ടാണോ? അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന അവരുടെ രാഷ്ട്രീയ വിഷയങ്ങൾ കണ്ടാണോ? ഒരിക്കലുമല്ല. ആളുകൾ SDPIക്ക് ഈരാറ്റുപേട്ടയിൽ വോട്ടുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒറ്റ കാരണം അവർ ആ വാർഡിലെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഒരു വാർഡിൽ ഒരു SDPIയുടെ കൗൺസിലർ ഉണ്ടെങ്കിൽ ആ വാർഡിൽ ഒരു കൗൺസിലറല്ല, ആ വാർഡിലെ പ്രവർത്തകന്മാരെല്ലാവരും കൗൺസിലറായിരിക്കും. അതുകൊണ്ടാണ് തീക്കോയി ഗ്രാമപഞ്ചായത്തിൽ SDPIക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൗൺസിലർ ഉണ്ടായി. ക്രിസ്ത്യൻസിന് ഭൂരിപക്ഷമുള്ള ഒരു വാർഡാണ്. പക്ഷേ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി ക്രിസ്ത്യാനികളായിട്ടുള്ള ഭൂരിപക്ഷം ആളുകളും വോട്ട് ചെയ്യുന്നത് തീക്കോയി പഞ്ചായത്തിലെ SDPIക്കാണ്. അവർ SDPI എന്ന് പറയുന്ന ആ കക്ഷിയുടെ ഐഡിയോളജി കണ്ടിട്ടാണോ അവർ വോട്ട് ചെയ്യുന്നത്? അതല്ല. അവരുടെ ഒരു അംഗത്തെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വാർഡിലെ ജനങ്ങൾക്ക് ഉപകാരമാകും എന്നവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ്. പക്ഷേ ആ വിശ്വാസ്യത പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അതുപോലും നമുക്ക് വേണ്ടതില്ല, മറിച്ച് ഇവിടെ അത്തരത്തിലുള്ള കക്ഷികൾ വേണ്ട എന്ന് LDFും UDFും ഒരുമിച്ച് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈരാറ്റുപേട്ടയിൽ 5 എന്നുള്ളത് 3ആയി SDPIയുടെ അംഗസംഖ്യ കുറയുന്ന സാഹചര്യം ഉണ്ടായി. ഈരാറ്റുപേട്ടയിലെ PC ജോർജിനെ ഞങ്ങൾ പരാജയപ്പെടുത്തിയത് ജനാധിപത്യത്തിന്റെ ആ മഹിതമായ മാർഗം ഉപയോഗിച്ചാണ്. ഇവിടെ ഒരാളും അക്രമത്തിന്റെ പാതയിലോ സോഷ്യൽ മീഡിയയിൽ വിദ്വേഷ പരാമർശം നടത്തിയോ അല്ലെങ്കിൽ PC ജോർജിനെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേരിട്ട് കേൾക്കി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയോ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒന്നിനെയും അങ്ങനെ കുറ്റപ്പെടുത്തിയല്ല, മറിച്ച് ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹിതമായ ആ ടൂൾ ഉപയോഗപ്പെടുത്തി PC ജോർജിനെ പരാജയപ്പെടുത്തി. ഈരാറ്റുപേട്ടയിൽ സത്യത്തിൽ ആളുകൾക്കുള്ളത് ഒരുതരം അസൂയയല്ലേ? ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളരുന്ന ഒരു നഗരം ഈരാറ്റുപേട്ടയാണ്. ഒരുപറ്റം ആളുകൾ വിദ്വേഷ പ്രചാരണവും
അസഭ്യ പ്രചാരണങ്ങളും അസത്യ പ്രചാരണങ്ങളും ഇതൊക്കെ നടക്കുമ്പോഴും ഈരാറ്റുപേട്ട ഇന്ന് ബിസിനസിന്റെ ഒന്നാമത്തെ മേഖലയാണ്. നിങ്ങൾ പറയുന്ന ഈ കള്ളങ്ങളും, നിങ്ങൾ പറയുന്ന ഈ വിദണ്ഡവാദങ്ങളും, നിങ്ങളുടെ ഈ അസത്യ പ്രചാരണങ്ങളും, നിങ്ങളുടെ ഈ വർഗീയ പ്രചാരണങ്ങളും ഒരുപറ്റം ക്രിസംഖികൾക്ക് അതൊരു ആഹ്ലാദമായേക്കാം, ഒരുപറ്റം സംഘികൾക്കും അത് ആഘോഷമായേക്കാം. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ഹൈന്ദവരും, സാധാരണക്കാരായിട്ടുള്ള ക്രൈസ്തവരും, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യസ്നേഹികളും മതേതരവാദികളും ഇന്നും ഈരാറ്റുപേട്ടയിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്ന, നിങ്ങളുടെ ഫേസ്ബുക്കിലെ കമന്റുകൾ വായിച്ച്, നിങ്ങളുടെ ഫേസ്ബുക്കിലെ പോസ്റ്റുകൾ വായിച്ച്, അപസർപ്പക കഥകളെ വെല്ലുന്ന നിങ്ങളുടെ വാദമുഖങ്ങൾ കേട്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തലയിൽ കൈവയ്ക്കുകയാണ്. ഞങ്ങളുടെ ഈ നാടിനെ കുറിച്ചാണോ ഇവർ ഈ അപവാദം പ്രചരിപ്പിക്കുന്നത് എന്ന് അവരെല്ലാവരും തിരിച്ചു ചോദിക്കുകയാണ്. സുനിൽകുമാർ എന്ന് പറയുന്ന ഈരാറ്റുപേട്ട നഗരസഭയിലെ കൗൺസിലർ എഴുതിയ വൈകാരികമായിട്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പ് ഒരുപക്ഷെ നമ്മൾ എല്ലാവരും ഒന്ന് വായിച്ചിരിക്കേണ്ടതാണ്. എന്തെല്ലാം കഥകളാണ് പ്രചരിപ്പിക്കുന്നത്. ആ കഥകൾക്ക് ഈ നാടുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ അസത്യം പ്രചരിപ്പിക്കുകയാണ്. പക്ഷേ ഈരാറ്റുപേട്ട ഇന്ന് വളരുകയാണ്. ഇവിടെ മാറി മാറി വന്ന MLA-മാരുടെ കഴിവ് കൊണ്ടോ ഇവിടുത്തെ MP-യുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല ഈരാറ്റുപേട്ട അത്ഭുതകരമായ വളർച്ച നേടുന്ന ഒരു നഗരമായി മാറുന്നത്. നിങ്ങൾ കോട്ടയം ജില്ലയിലെ ഓരോ നഗരങ്ങളും പരിശോധിക്കൂ. ചങ്ങനാശ്ശേരിയും പാലായും അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയും കോട്ടയവും ഒക്കെ പരിശോധിക്കും. ആ നഗരങ്ങൾ വളരുന്നതിനേക്കാൾ വേഗതയിലാണ് ഈരാറ്റുപേട്ട വളരുന്നത്. എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണം? ഈരാറ്റുപേട്ട നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു നാടല്ല. അത്ഭുതകരമായിട്ടുള്ള സ്റ്റാർട്ടപ്പുകളുള്ള ഒരു പ്രദേശമാണ്. യുവാക്കൾ കൂട്ടമായിട്ട്, നിങ്ങൾ പറയുന്ന തരത്തിലുള്ള നിയമലംഘകർ, ഹെൽമെറ്റ് വെക്കാത്തവർ, അങ്ങനെയുള്ള കുറെ ആളുകൾ ഒരുപക്ഷെ ഉണ്ടാവാം. പക്ഷേ ഈരാറ്റുപേട്ടയിലെ സംരംഭങ്ങൾ ഈ നാടിന് മാതൃകയാണ്. ഇന്ന് കേരളത്തിന്റെ CCTV ബിസിനസ്, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ അതിന്റെ ഹോൾസെയിൽ ഡീലർ എന്ന് പറയുന്നത് ഒരു ഈരാറ്റുപേട്ടക്കാരനാണ്. 140 MLA-മാരുടെയും MP-മാരുടെയും ഹൈമാസ്റ്റ് ലൈറ്റുകൾ, മിനിമാസ്റ്റ് ലൈറ്റുകൾ, അവരുടെ MLA ഫണ്ട് വിനിയോഗിക്കുന്ന ഒരു വലിയ ഏജൻസി ഈരാറ്റുപേട്ട കേന്ദ്രമാക്കിയുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിൽ, ഖത്തർ വേൾഡ് കപ്പിൽ പോലും CCTV അവിടെ നൽകിയത്, അല്ലെങ്കിൽ അതിന്റെ കൊട്ടേഷൻ നൽകിയത് ഒരു ഈരാറ്റുപേട്ടക്കാരനാണ്. മലഞ്ചരക്ക് വ്യവസായത്തിന്റെ, സ്പൈസസിന്റെ, പ്രത്യേകിച്ച് ജാതിക്ക പോലുള്ള മലഞ്ചരക്ക് സാധനങ്ങളുടെ വില നിശ്ചയിക്കുന്ന കേന്ദ്രമാണ് ഈരാറ്റുപേട്ട. ഒരു അജ്മീൻ കേക്കയും മാത്രമല്ല, 100 കണക്കിന് സംരംഭങ്ങൾ. ഈരാറ്റുപേട്ടയിലെ ഉത്സാഹശീലരായിട്ടുള്ള ആളുകൾ, അധ്വാനശീലരായിട്ടുള്ള ചെറുപ്പക്കാർ, അവർ വെറുതെ ഇങ്ങനെ ഇരുന്ന് വീടുകളിൽ ഇരുന്ന് സമയം കളയുന്നവരല്ല. അവർ അത്ഭുതകരമായിട്ടുള്ള വേഗതയിൽ. അപ്പോൾ നിങ്ങൾ പറയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കേന്ദ്രമാണെന്ന്. നിങ്ങൾക്ക് തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ്. ഈരാറ്റുപേട്ട എക്സൈസിന്റെ കണക്കനുസരിച്ച്, കോട്ടയം ജില്ലയിലെ എക്സൈസിന്റെ കണക്കനുസരിച്ച് ചങ്ങനാശ്ശേരി, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം പോലുള്ള നഗരപ്രദേശങ്ങളിൽ ഏറ്റവും കുറവ് എക്സൈസ് കേസുകൾ ഉള്ളത്, മദ്യ മയക്കുമരുന്നിന്റെ കേസുകൾ ഏറ്റവും കുറവുള്ള നഗരം ഈരാറ്റുപേട്ട നഗരസഭയാണ്. നിങ്ങൾക്ക് എക്സൈസിന്റെ കണക്കെടുത്ത് പരിശോധിക്കാം. നിങ്ങൾക്കറിയാമോ, ഈരാറ്റുപേട്ടയിലാണ് കോട്ടയം ജില്ലയിലെ കോടതികളിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ കുറവുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സഹായം നൽകുന്ന നാടാണ് ഈരാറ്റുപേട്ട. ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന നാടാണ് ഈരാറ്റുപേട്ട. ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്ന ആളുകൾ, നിങ്ങൾക്കറിയാമല്ലോ, തീക്കോയിലോ പൂഞ്ഞാറിലോ പനിച്ചിപ്പാറയിലോ ഒരാൾ കിണറ്റിൽ വീണു, അല്ലെങ്കിൽ ഒരാൾ വെള്ളത്തിൽ പോയി, ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പകച്ച് നോക്കി കയ്യും കെട്ടി നിൽക്കുകയുള്ളൂ. ഈരാറ്റുപേട്ടയിലുള്ള കുറെ യുവാക്കളുണ്ട്. അവർ ജാതി നോക്കാറില്ല, മതം നോക്കാറില്ല, വീണവൻ ആരാണെന്നോ ജോസഫാണെന്നോ രാമനാണെന്നോ നോക്കാറില്ല. അവൻ എടുത്തു ചാടും. അവന്റെ ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ടാണ് അവൻ എടുത്തു ചാടുന്നത്. എന്തിനു വേണ്ടിയാണ്? മനുഷ്യ സ്നേഹമാണ്. ഇത്രമാത്രം കരുതലുള്ള, ഇത്രമാത്രം സ്നേഹമുള്ള, ഇത്രമാത്രം ജനങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു സമൂഹത്തെ ഇങ്ങനെ ഇകഴ്ത്തുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഫേസ്ബുക്ക് കമന്റുകളും ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഈ സോഷ്യൽ മീഡിയ വിദ്വേഷവും ഞങ്ങളെ തളർത്തുന്നു എന്നാണോ? ഞങ്ങളെ വല്ലാതെ അങ്ങോട്ട് മാനസികമായി ഇല്ലാതാക്കുന്നു എന്നാണോ? ഓരോ അപവാദങ്ങളിലും, ഓരോ നിങ്ങളുടെ കമന്റുകളിലും, ഓരോ നിങ്ങളുടെ വെറുപ്പിന്റെ പോസ്റ്റുകളിലും ഈരാറ്റുപേട്ട കൂടുതൽ ശക്തമാവുകയുള്ളൂ. ഇവിടെയുള്ള യുവാക്കൾ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. അത്ഭുതകരമായിട്ടുള്ള പുരോഗതിയാണ് ഇവിടെ നേടിക്കൊണ്ടിരിക്കുന്നത്. അത്ഭുതകരമായിട്ടുള്ള ജീവിത പുരോഗതി. നിങ്ങൾ ഈരാറ്റുപേട്ടയിലെ ഓരോ പ്രദേശങ്ങളും എടുത്ത് നോക്കൂ. 15 വർഷം മുമ്പുള്ള ഈരാറ്റുപേട്ടയാണോ ഇപ്പോഴുള്ള ഈരാറ്റുപേട്ട? കാഞ്ഞിരപ്പള്ളി വളർന്നതിനേക്കാൾ, കോട്ടയം വളർന്നതിനേക്കാൾ, ചങ്ങനാശ്ശേരി വളർന്നതിനേക്കാൾ, പാല വളർന്നതിനേക്കാൾ എത്ര വേഗത്തിലാണ് ഈരാറ്റുപേട്ട വളരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയുള്ള MLA-മാരുടെ മിടുക്ക് കൊണ്ടോ MP-യുടെ ഔദാര്യം കൊണ്ടോ ഒന്നുമല്ല, ഇവിടെയുള്ള ജനങ്ങളുടെ അധ്വാനം കൊണ്ട്, അവരുടെ സംരംഭത്തക ശീലം കൊണ്ട് അത്ഭുതകരമായ ഒരു വളർച്ച നേടുന്നു. ഈ സോഷ്യൽ മീഡിയയിലെ ഈ വിദ്വേഷ പ്രചാരണങ്ങളിലൂടെ ഈ നാടിനെ നശിപ്പിക്കാനാണ്, ഈ നാടിന്റെ ആത്മവീര്യത്തെ കെടുത്താമെന്നാണ്
നിങ്ങളുടെ വിശ്വാസമെങ്കിൽ ഈ നാട് ഒരിക്കലും തോറ്റു തരില്ല. ഈ നാട് കൂടുതൽ കരുത്തോടുകൂടി, കൂടുതൽ ആവേശത്തോടുകൂടി ഞങ്ങളുടെ ആളുകൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വാഹന വിപണിയുമായി ബന്ധപ്പെട്ട് അഭിമാനത്തോടെ പറയട്ടെ, ഇപ്പോൾ ഇരാറ്റുപേട്ടയിലെ വാഹന കച്ചവടത്തെ സംബന്ധിച്ച് ഒരുപാട് അപവാദങ്ങൾ പ്രചരിപ്പിച്ച് ഇരാറ്റുപേട്ടക്കാർ മുഴുവൻ കളിപ്പീരാരാണെന്ന് പറയുന്നുണ്ട്. ഇന്നും ഇരാറ്റുപേട്ട കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനം ബിസിനസ് നടക്കുന്ന ഒരു പ്രദേശമാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായേക്കാം. ഇത് പുതിയ വാഹനങ്ങളല്ലല്ലോ, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളല്ലേ. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ചില കംപ്ലൈന്റുകൾ ഉണ്ടാവാം, ഒറ്റപ്പെട്ട 1-2 കേസുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട 3-4 കേസുകൾ ഉണ്ടാവാം. ആ 3-4 കേസുകളല്ല, ഓരോ ദിവസവും 5-6 വാഹനങ്ങൾ ഈരാറ്റുപേട്ടയിലെ വാഹന കച്ചവടക്കാർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെയുള്ള കമന്റോളുകൾക്ക്, ഫേസ്ബുക്കിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും വേണ്ടെങ്കിലും ഈരാറ്റുപേട്ടയെ തേടി ആയിരക്കണക്കിന് ആളുകൾ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഈരാറ്റുപേട്ടയിൽ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന സ്ഥലമാണ്. എത്രയോ നാളുകളായി നിങ്ങൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു, എത്രയോ നാളുകളായി നിങ്ങൾ ഫേസ്ബുക്കിൽ എഴുതുന്നു. എന്നിട്ടും ഈരാറ്റുപേട്ടയെ ഏതെങ്കിലും ക്രൈസ്തവ സഹോദരന്മാർ അവിശ്വസിച്ചോ? ഇല്ല. ഏതെങ്കിലും ഹൈന്ദവ സഹോദരന്മാർ അവിശ്വസിച്ചോ? കുറെ ക്രിസംഗികളും സംഘികളും ഈ ഫേസ്ബുക്കിൽ എഴുതുന്ന വാക്കുകൾ കേട്ട് ഈരാറ്റുപേട്ട ഒറ്റപ്പെട്ടു പോയിരുന്നെങ്കിൽ പണ്ടേ ഈരാറ്റുപേട്ട തകരുമായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഈ വാദങ്ങളും നിങ്ങളുടെ ഈ തെറ്റായിട്ടുള്ള വാക്കുകളും ഈരാറ്റുപേട്ടയെ കൂടുതൽ ശക്തീകരിക്കുകയാണ്, ഈരാറ്റുപേട്ടയെ സാമ്പത്തികമായി വളർത്തുകയാണ്. എടോ, ഈരാറ്റുപേട്ടയിലെ യുവാക്കൾ, ഈരാറ്റുപേട്ടയിലെ വിദ്യാർത്ഥികൾ, ഈരാറ്റുപേട്ടയിലെ പുതിയ സംരംഭകർ ചെയ്യുന്ന ബിസിനസ്സും സംരംഭങ്ങളും കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അത്രമാത്രം വൈവിധ്യമാർന്ന, ഒരാൾക്കും പ്രവേശിക്കാൻ കഴിയാത്ത, ഏറ്റവും ചുരുങ്ങിയത് ആക്രി കച്ചവടത്തിന്റെ കാര്യം എടുത്തോളൂ. ആക്രി കച്ചവടം ഒരുപക്ഷെ നിങ്ങൾക്ക് പോരായ്മയുള്ള അവസ്ഥയാകാം. ഇന്ന് ഇന്ത്യയിൽ ഈ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ സംവിധാനം പ്രവർത്തിക്കുന്നത് ഈരാറ്റുപേട്ടയിലാണ്. ഈരാറ്റുപേട്ടക്കാരൻ ഒരു സംരംഭകനാണ്. നിങ്ങൾ ആക്രി കച്ചവടം എത്ര കോടി രൂപയുടെ ടേൺ ഓവറുള്ള പരിപാടിയാണ്. ഒരു ഈരാറ്റുപേട്ട സ്വദേശിയുടെ ഈ വേസ്റ്റ് സമ്പ്രദായം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സംവിധാനമായിട്ട് അത് മാറിയിരിക്കുന്നു. ഇങ്ങനെ ഓരോ മേഖലയും എടുത്ത് പരിശോധിക്കൂ. സത്യത്തിൽ ഈ ജനതയോട് അസൂയല്ല നിങ്ങൾക്കുള്ളത്, ഈ നാടിനോട് അസൂയല്ല നിങ്ങൾക്കുള്ളത്. അരുവിത്ര സെന്റ് ജോർജ് കോളേജിന്റെ ബർസാറായിട്ടുള്ള ഫാദർ ബിജു അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അരുവിത്ര കോളേജിൽ 1000 കുട്ടികളുണ്ടെങ്കിൽ 50 മുസ്ലിം കുട്ടികളേ ഉള്ളൂ. പക്ഷെ 50 മുസ്ലിം കുട്ടികൾ അവിടുത്തെ ലീഡർമാരാണ്. അവരാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് ഒരുപക്ഷെ അദ്ദേഹം മൈനസായ രൂപത്തിൽ പറഞ്ഞതായിരിക്കാം. പക്ഷേ എവിടെയും ഒന്ന് തിളങ്ങാനുള്ള, എവിടെ ഇറങ്ങിയാലും അവിടെ ഒരു നേതാവാകാനുള്ള, അതിന്റെ ഏറ്റവും എക്സ്ട്രീമിസ്റ്റ് ലെവലിൽ ആകാനുള്ള ഒരു കഴിവ് അവനുണ്ട്. അവനൊരു പക്ഷെ അത് നെഗറ്റീവായിട്ടുള്ള തലങ്ങളിലേക്ക് പോകുന്ന 1-2 കേസുകൾ ഉണ്ടാവാം. പക്ഷെ പോസിറ്റീവാണ് കൂടുതൽ. ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ, ഇവിടെയുള്ള ബിസിനസ്സുകാർ, ഇവിടെയുള്ള സംരംഭകർ, ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ ഓരോരുത്തരെയും നിങ്ങൾ നേരത്തെ പരിശോധിച്ച് നോക്കൂ. അത്ഭുതകരമായിട്ടുള്ള പുരോഗതിയിലേക്ക് ഈ നാട് പോവുകയാണ്. ഈ നാടിന്റെ വളർച്ചയെ കണ്ട് അസൂയപ്പെട്ടു നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനം, കോട്ടയം ജില്ലയിലെ തന്നെ, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പലിശരഹിത ബാങ്ക് പ്രവർത്തിക്കുന്നത് ഈരാറ്റുപേട്ടയിലാണ്. സംഗമ സൊസൈറ്റി എത്ര കോടി രൂപയുടെ വായ്പകളാണ്, 1 രൂപ പോലും പലിശ വാങ്ങിക്കാതെ. ഈരാറ്റുപേട്ടയിൽ മാത്രമല്ലത്, ഈരാറ്റുപേട്ടയുടെ ചുറ്റുവട്ടത്തുള്ള തീക്കോയിലും പൂഞ്ഞാറിലും ഒക്കെ 1 രൂപ പോലും പലിശ വാങ്ങിക്കാതെ വായ്പ കൊടുക്കുന്ന സംഗമം പോലുള്ള വലിയ ബാങ്കുകൾ ഈ നാട്ടിലല്ലേ ഉള്ളത്. 1 രൂപ പോലും ഡയാലിസിസ് രോഗികളോട് പൈസ വാങ്ങിക്കാതെ പ്രവർത്തിക്കുന്ന സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് ഒരു സർക്കാരിന്റെ ഔദാര്യമല്ല. എല്ലായിടങ്ങളിലും പ്രവർത്തിക്കുന്നത് ഗവൺമെന്റ് ആശുപത്രികളുടെ കീഴിലാണ്, സർക്കാരിന്റെ കീഴിലാണ്. ഒരു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈരാറ്റുപേട്ട യൂണിറ്റ് ഒരു ഡയാലിസിസ് സെന്റർ 1 രൂപ പോലും ആരോടും പ്രതിഫലം വാങ്ങിക്കാതെ നടത്തുകയാണ്. ഈരാറ്റുപേട്ടയിൽ കരുണ എന്ന് പറയുന്ന ഒരു അഭയകേന്ദ്രമുണ്ട്, തണല് എന്ന് പറയുന്ന ഡയാലിസിസ് സെന്റർ അഭയകേന്ദ്രമുണ്ട്. 1 രൂപ പോലും സർക്കാരിന്റെ സഹായമില്ല. എല്ലാം ഈ നാട്ടിലെ ആയിരക്കണക്കായ ആളുകൾ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപ സംഭാവന കൊടുത്ത് ഓടിച്ചുകൊണ്ടു പോകുന്ന സംവിധാനങ്ങളാണ്. ഇതുപോലെ പ്രവർത്തിക്കുന്ന, ഇതുപോലെ ജീവകാരുണ്യം നടത്തുന്ന, ഇതുപോലെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു നാടിനെ നിങ്ങൾക്ക് ലോകത്തൊരിടത്തും കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഏതാനും ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്വേഷ പ്രചരണമുണ്ടല്ലോ, ഈരാറ്റുപേട്ട ഒരു തരത്തിലും ബാധിക്കില്ല. ഈരാറ്റുപേട്ടയിലെ ഒരു യുവാക്കളുടെയും ആത്മവീര്യത്തെ കെടുത്തില്ല. ഈരാറ്റുപേട്ടയിലെ ഒരാളെയും ഒരു തരത്തിലും 1 ഇഞ്ച് പുറകോട്ട് പോകില്ല. ഇത്തരം ആരോപണങ്ങളും ഇത്തരം കള്ളപ്രചാരണങ്ങളും ഞങ്ങളെ കൂടുതൽ ശക്തീകരിക്കും. നമ്മളുടെ എതിരാളികൾ ശക്തരാണ് എന്ന് പറഞ്ഞ് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ ഇവിടെയുള്ള ആളുകൾക്ക് പ്രചോദനമാകും. ഇവിടെയുള്ള ആളുകൾ കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് പോകും. കഴിഞ്ഞ 15 വർഷക്കാലമാണ് ഈരാറ്റുപേട്ടയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ വിദേശ പ്രചാരണം നടന്നത്. ഈരാറ്റുപേട്ടയെ അപമാനിക്കാനുള്ള ശ്രമം നടന്നത്, ഈരാറ്റുപേട്ടയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടന്നത്. കഴിഞ്ഞ 15 വർഷത്തിനിടയ്ക്കാണ് ഈരാറ്റുപേട്ട ഏറ്റവും കൂടുതൽ വളർന്നത്, ഈരാറ്റുപേട്ടയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നത്. വാഹന കച്ചവടക്കാരെ നിങ്ങൾ കുറ്റം പറയുമ്പോൾ
അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് വരുന്നത്. കാരണം കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ ഈരാറ്റുപേട്ടയെ കുറിച്ച് എത്ര മോശം പറഞ്ഞാലും ഈരാറ്റുപേട്ടയെ മനസ്സിലാക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ഈ നാട്ടിൽ വന്ന് താമസിച്ച ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും ഈ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കില്ല. 2 മാസത്തേക്ക് വീട്ടു വാടകയ്ക്ക് വന്ന ആളുകൾ അവർ വീണ്ടും സ്ഥിരതാമസമാക്കി സ്വന്തമായി വീട് വാങ്ങിച്ച് ഈരാറ്റുപേട്ടയിൽ താമസിക്കുന്ന 100 കണക്കിന് കുടുംബങ്ങളുണ്ട്. ക്രൈസ്തവ കുടുംബങ്ങളുണ്ട്, ഹൈന്ദവ കുടുംബങ്ങളുണ്ട്. ഇവിടെയുള്ള ആളുകൾ പ്രചരിപ്പിച്ചല്ലോ ലവ് ജിഹാദാണെന്ന്. ഈരാറ്റുപേട്ടയിൽ ലവ് ജിഹാദ് നടന്ന ഏതെങ്കിലും ഒരൊറ്റ ഉദാഹരണം അന്തസ്സുള്ള ഒരുത്തൻ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങളൊക്കെ പൊതുരംഗം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. ഒരു ലവ് ജിഹാദ് ഈരാറ്റുപേട്ടയിൽ നടന്നതായിട്ട് ഗണിക്കാൻ കഴിയുമോ? പ്രണയ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. മുസ്ലിം ക്രിസ്ത്യാനി ആയിട്ടുണ്ട്, ക്രിസ്ത്യാനി മുസ്ലിം ആയിട്ടുണ്ട്, ഹിന്ദു മുസ്ലിം ആയിട്ടുണ്ട്, മുസ്ലിം ഹിന്ദുവുമായിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ പ്രണയ വിവാഹങ്ങളാണ്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ, നിങ്ങൾ ഈ നാടിനെ കുറിച്ച് പ്രചരിപ്പിച്ച തരത്തിൽ ഒരു ലവ് ജിഹാദ് മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സിറിയയിലേക്ക് കൊണ്ടുപോകുന്നതിന് മതം നിർബന്ധമായിട്ട് ചെലുത്തി അങ്ങനെ ഒരു ലവ് ജിഹാദ് ഈരാറ്റുപേട്ടയിൽ ഓരോന്നും നടന്നതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പണിഷ്മെന്റിന് ഞങ്ങൾ തയ്യാറാണ്. ഈരാറ്റുപേട്ടയിൽ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. ഈ നാടിനെ അങ്ങനെ നിങ്ങൾക്ക് ഒറ്റപ്പെടുത്താൻ കഴിയില്ല. അത്ഭുതകരമായിട്ടുള്ള ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ നാട്. ഈ നാട്ടിൽ ഒരു വർഗീയ കലാപം ഉണ്ടാവില്ല. നിങ്ങൾ എത്രമാത്രം പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും ഈരാറ്റുപേട്ടയിലെ ഒരാളുടെ ഭാഗത്ത് നിന്നും സോഷ്യൽ മീഡിയയിൽ അന്യമതത്തെ വിദ്വേഷിക്കുന്ന അന്യമതക്കാരന്റെ ഹൃദയത്തിന് വേദന ഉണ്ടാക്കുന്ന ഒരു പരാമർശമെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് കമന്റുകളിൽ ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഈ സമൂഹത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്ന, ഈ സമൂഹത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളെ മാനസികമായി തകർത്ത് കളയുന്ന എത്രയോ പരാമർശങ്ങളാണ്. നിങ്ങളുടെ അത്രയുമൊന്നും വിദ്യാഭ്യാസമൊന്നും ഒരിക്കലും കാണില്ല. പക്ഷെ വലിയ വിദ്യാഭ്യാസമുള്ളവർ ഒരുപാട് നാട്ടിലുണ്ട്. എങ്കിലും എഴുതുന്ന മാന്യന്മാരെ പോലെ ഇൻസർട്ട് ചെയ്ത് ഷർട്ടുമിട്ട് വലിയ സംസ്കാര സമ്പന്നരെന്ന് പുറമേ നടിക്കുന്ന ആളുകൾ എഴുതി കൂട്ടുന്ന ഏറ്റവും വൃത്തികെട്ട വാക്കുകളുണ്ടല്ലോ, ആ വൃത്തികെട്ട വാക്കുകളിലേക്കാൾ എത്ര സംസ്കാരത്തോടെയാണ് ഈ വിഷയത്തെ ഈരാറ്റുപേട്ട കൈകാര്യം ചെയ്യുന്നത്. ഇവിടുത്തെ നഗരസഭ ഈ വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആരൊക്കെ ഒളിഞ്ഞിരുന്ന് എന്തൊക്കെ കമന്റ് എഴുതിയിട്ടുണ്ടോ അവനെ എല്ലാം പൊക്കിയിരിക്കും. നിയമം എന്ന് പറയുന്നൊരു സംവിധാനം ഈ രാജ്യത്തുണ്ടെങ്കിൽ അത്തരക്കാരെ ഞങ്ങൾ സമാധാനം പറയിപ്പിച്ചിരിക്കും. ഈ നാടിനെ വേട്ടയാടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ നാടിനെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ നാട് അത്ഭുതകരമായ വേഗത്തിൽ മുന്നോട്ട് പോകും. ഇവിടുത്തെ കോട്ടയം കുതിക്കുന്നതിനേക്കാൾ, ചങ്ങനാശ്ശേരി കുതിക്കുന്നതിനേക്കാൾ, പാലാ കുതിക്കുന്നതിനേക്കാൾ ഈരാറ്റുപേട്ട അത്ഭുതകരമായിട്ട് കുതിക്കും. കാരണം അതിനുള്ള നല്ല സംരംഭകരായിട്ടുള്ള ആളുകൾ ആയിരക്കണക്കിനാണ് ഈരാറ്റുപേട്ടയ്ക്കുള്ളത്. അധ്വാനശീലരായിട്ടുള്ള, ധൈര്യമുള്ള, പേടിയില്ലാത്ത എന്ന് പറഞ്ഞാൽ നിയമത്തെ പേടിയില്ലാത്തതല്ല, ഒരു 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 ആപശങ്കയും ഭയക്കാത്ത, ഒരാളെയും ഭയപ്പെടാത്ത ഒരുപാട് ആളുകൾ ഈരാറ്റുപേട്ടയ്ക്കുണ്ട്. അങ്ങനെ ധൈര്യവാന്മാരുടെ ഒരു നാടാണ്. ആ ധൈര്യമുള്ള ആളുകളുടെ നാട്ടിൽ നിയമത്തെ അനുസരിച്ച് നിയമവിധേയമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നിന്റെ ഈ സോഷ്യൽ മീഡിയ കമന്റുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വിദ്വേഷ പ്രചാരണങ്ങളും ഒരു തരത്തിലും ഈ സമൂഹത്തെ തളർത്തുകയില്ല. അത്ഭുതകരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രം ഇത്തരക്കാരെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സെഞ്ചുറി സ്റ്റേപ്പിൾസ് ഈരാറ്റുപേട്ട. ആഘോഷങ്ങളും ഒത്തുചേരലും എന്തിനായാലും എപ്പോഴായാലും രാജകീയ മോടി നൽകുവാൻ ഈരാറ്റുപേട്ടയിലെ ഏറ്റവും പുതിയ ഓഡിറ്റോറിയം സെഞ്ചുറി സ്റ്റേപ്പിൾസ്. 80,000 രൂപ മുതൽ ആരംഭിക്കുന്ന നിരക്കുകൾ. 15,000 രൂപയ്ക്ക് മിനി ഓഡിറ്റോറിയം. നിങ്ങളുടെ അതിഥികളെ വിസ്മയഭരിതരാക്കുവാൻ സെഞ്ചുറി സ്റ്റേപ്പിൾസ്, വെട്ടിപ്പറമ്പ് റോഡ്, ഈരാറ്റുപേട്ട. ഫോൺ നമ്പർ 98 46 05 76 66.